നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. ഒന്നുമല്ലെങ്കിലും നമ്മളെ പ്രസവിച്ച് വളർത്തിയ നമ്മുടെ സ്വന്തം അമ്മയല്ലേ. ഇല്ല ഏട്ടാ, ഒരു സങ്കടവും ഇല്ല. ഒരമ്മയും മക്കളോട് ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ നമ്മുടെ അമ്മ ചെയ്തത്. ഇനി നമുക്ക് അങ്ങനെ ഒരു അമ്മയില്ല. അതെ, തെറ്റാര് ചെയ്താലും ശിക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് തന്റെ തെറ്റ് മറ്റൊരാളിൽ ചുമത്തി നിരപരാധിയെ അപരാധിയാക്കാൻ ശ്രമിക്കുന്നവരെ ജയിലിൽ അടച്ചേ പറ്റൂ. സോനു പറഞ്ഞതുപോലെ നമുക്കിനി അങ്ങനെ ഒരു അമ്മയെ വേണ്ട ഏട്ടാ. സത്യ, ഇങ്ങനെ ആടുന്ന ഒരു മരത്തിന്റെ തൊട്ടിൽ അത് മതിയാവും അല്ലേ? പക്ഷെ അതല്ല, ഇങ്ങനെ മുകളിൽ കെട്ടുന്ന ഒരു തൊട്ടിൽ. ഡോക്ടർ, ഇനി എല്ലാവരും ഇവിടെ ഇരിക്കണമെന്നില്ല. ചിരുവിനെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റി. ഇനി രാവിലെ ആയിരിക്കും വാർഡിലേക്ക് കൊണ്ടുവരുന്നത്. അതുവരെ ആരെങ്കിലും ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നാ മതി. ഞങ്ങക്ക് മോളെ ഒന്ന് കാണാൻ പറ്റൂ ഡോക്ടറെ? ചീരു ഇപ്പൊ പാതി മയക്കത്തിലായിരിക്കും. സംസാരിക്കാനൊന്നും പറ്റില്ല. മാഷിനെ കാണുന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ. ഡോക്ടറെ, മാഷിനെ ഒന്ന് കൊണ്ടുപോകണേ. ഡോക്ടറെ, ഞാനും കൂടി. പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡില വിനയ. കൂടുതൽ പേരവിടെ കേറാൻ പാടില്ല. പ്ലീസ് ഡോക്ടർ, ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങിക്കോളാം. ശരി സിസ്റ്ററെ, ഒന്ന് ഇവരെ കൊണ്ടുപോയിക്കോ. ശരി മാഷെ, വാ. അവിടെ ഇവിടെ കിടക്കണ്ട്. ചിരു, നമുക്ക് ജനിച്ചത് മകനാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു അല്ലേ? മോനെ, അതെ, ഇവിടെ നിന്ന് അധികം സംസാരിക്കരുത്. കണ്ടില്ലേ, ഇനി പോയിക്കോളൂ. അച്ഛൻ പോയിട്ട് വരാട്ടോ. വാ, നമുക്ക് പോവാം. അതെ, നിങ്ങളൊന്ന് പുറത്തേക്ക് നിൽക്കോ. സിസ്റ്റർ, ഒരു മിനിറ്റ് പ്ലീസ്. മോനെ, അച്ഛൻ വാവേ.
എന്നാലും നമ്മുടെ വിനയൻ നേടിയെടുത്ത് കളഞ്ഞു അല്ലേ ഏട്ടാ? മാഷു അമ്പിളിയും നമ്മളിവിടെ നിർത്തി വീട്ടിലേക്ക് പോകാൻ തയ്യാറായല്ലോ. ചീര് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലല്ലേ ലതിക? ഇനി നാളെ ആർക്കെങ്കിലും അങ്ങോട്ട് പ്രവേശനമുള്ളൂ. പിന്നെ എല്ലാരും ഇവിടെ കാത്തുകെട്ടി കിടന്നിട്ട് എന്താ കാര്യം? എന്നാലും ചീരു അകത്ത് കിടക്കുമ്പോ അവളുടെ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും ഇവിടെ വേണ്ടേ ഏട്ടാ? അതുപോലും ആലോചിക്കാതെ അവര് പോയെങ്കിൽ വിനയനെ നമ്മളെയൊക്കെ അനന്തമാഷ അംഗീകരിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം? ഒരു പരിധി വരെ അത് ശരിയാ. വിനയം ചെയ്ത കാര്യങ്ങളിലൊക്കെ മാഷിന് നല്ല മതിപ്പും തോന്നിയിട്ടുണ്ട്. അപ്പോ അവൻ ആവശ്യപ്പെട്ടതുപോലെ ചീരുവിനെ മക്കളെയും അനന്തമാഷ അവന് തിരിച്ചു കൊടുക്കുമായിരിക്കും അല്ലേ ഏട്ടാ? അത് മാഷ് മാത്രം തീരുമാനിച്ച് നടക്കുന്ന കാര്യമല്ലല്ലോ ലതിക. അതിന് ചീരു കൂടെ സമ്മതിക്കണ്ടേ? വിനയന്റെ ആഗ്രഹവും പ്രതീക്ഷയും പോലെ അവർക്കൊരു ആൺകുഞ്ഞിനെ തന്നെ കിട്ടിയില്ലേ ഏട്ടാ? അപ്പൊ പിന്നെ വിനയന്റെ കാര്യത്തില് ഒരു വിശ്വാസമൊക്കെ ചീരുവിനും തോന്നിക്കാണും. ആ, അവളവനെ വിശ്വസിച്ചാ പിന്നെ വേറൊരു തടസ്സമില്ല. ചീരുവും 3 മക്കളും നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യമായിട്ട് വന്നു ചേരും. ദേ, അവൻ വരുന്നുണ്ട്. പുതിയൊരു ജീവിതം തുടങ്ങിയ പോലെയാ ഇപ്പൊ അവന്റെ നടപ്പും ഭാവവും. മാമ, അമ്മയ്ക്ക് മാമന് വ്യസനം കാണോ അല്ലേ? സാരമില്ല, ഇതൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നടക്കുന്ന കാര്യങ്ങളല്ലേ. സത്യം പറഞ്ഞ എനിക്ക് ഇതുവരെ വിശപ്പും ദാഹവും തോന്നിയതേയില്ല. നിനക്ക് തോന്നില്ല വിനയ? തോന്നാൻ പാടില്ല. നിന്റെ കുഞ്ഞിന് ജന്മം നൽകാൻ ചീരു എന്തുമാത്രം ത്യാഗവും വേദനയും സഹിച്ചു. അതുപോലെ ചില ത്യാഗങ്ങളൊക്കെ അച്ഛനായ നീ സഹിക്കണം. എനിക്കിതൊന്നും ഒരു സഹനമായി തോന്നുന്നില്ല മാമ. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോ ഒരു സ്വർഗത്തിൽ എത്തിപ്പെട്ട ഒരു പ്രതീതിയാ. കുറെ കാലത്തിന് ശേഷമല്ലേ ഞാനൊന്ന് ജയിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം അല്ലേ? അല്ല, നമ്മുടെ റൂം എവിടെയാ? അവിടെയാ. ആ, വാ നമുക്ക് കഴിക്കാം. വാ. ഇപ്പോഴാവുമ്പോ ചൂടോടെ കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ രുചി ഉണ്ടാവില്ല. വാ വാ, നടക്ക്. അമ്മാവ്, ഞാൻ വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാം. നമ്മൾ ചീരുവിന്റെ കാര്യം മുഴുവനായും വിനയനും കുടുംബത്തെ ഏൽപ്പിച്ച് പോകുന്നു അവന് തോന്നരുതല്ലോ. ചീരു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലായതുകൊണ്ട് ഇന്ന് ആരെങ്കിലും അവിടെ ഉണ്ടാവണമെന്നല്ലേ ഉള്ളൂ രഘു.